ദ ബിഗ് ഫൈറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ജനവിധിയെ നിർണായകമായി സ്വാധീനിക്കുന്ന മണ്ഡലമാണ് വടകര. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മണ്ഡലം. 1957 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്നുവരെ ഇടതുപക്ഷത്തോടൊപ്പമുള്ള സോഷ്യലിസ്റ്റുകളെ നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ള പാരമ്പര്യമാണ് വടകര മണ്ഡലത്തിലുള്ളത്. ഇന്ന് 2016 ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്നു വടകരയിൽ. ജനതാ പാർട്ടികൾ ഇരു മുന്നണികളിൽ നിന്ന് ഏറ്റുമുട്ടുന്നു എന്നതൊരു സവിശേഷത. TP ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RMPയുടെ സ്ഥാനാർത്ഥി ഉണ്ട് എന്നത് മറ്റൊന്ന്. ശക്തമായ പോരാട്ടം നടക്കുന്ന വടകരയിൽ ദ ബിഗ് ഫൈറ്റ് ചർച്ച ചെയ്യുന്നു വടകരയിലെ രാഷ്ട്രീയം. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് CPM വടകര ഏരിയ സെക്രട്ടറി ശ്രീ PK ദിവാകരൻ, JDU സംസ്ഥാന സമിതി അംഗം ശ്രീ AT ശ്രീധരൻ, RMP ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ലിനീഷ്, BJP പ്രതിനിധീകരിച്ച് യുവമോർച്ച നേതാവ് ശ്രീ പ്രഫുൽ കൃഷ്ണൻ. ശ്രീ ദിവാകരൻ, ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സിറ്റിംഗ് സീറ്റ്, LDFന്റെ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ് വടകര. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ്? ജനങ്ങൾ നിങ്ങളെ വീണ്ടും നിങ്ങൾക്കൊരു MLA തരണമെങ്കിൽ അവർ കണക്കിലെടുക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വടകര ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിന്റെ സെമി ഫൈനൽ അല്ലെങ്കിൽ ഡ്രസ് റിഹേഴ്സലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം അത്തരത്തിൽ ആയി മാറുന്നതിന് കാരണമായത് കേരളത്തിലെ 5 വർഷക്കാലത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ജനവിരുദ്ധ നടപടികളാണ്. ഈ നടപടിയുടെ ഭാഗമായി ഒരു അവസരത്തിനായി കേരളത്തിലെ ഗവൺമെന്റിനെ പിഴുതെറിയാൻ വേണ്ടി കേരളത്തിലെ ജനം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം മുന്നേറ്റവും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഉണ്ടായിക്കഴിഞ്ഞു. ഒരു തീവട്ടി കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ ജനം സന്നദ്ധമല്ല. കേരളത്തിലെ KPCC പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചു, ഈ ഭരണത്തിലെ എല്ലാ കൊള്ളക്കാരെയും മാറ്റി നിർത്തണമെന്ന്. വലിയ രൂപത്തിലുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടും ആ ശ്രമത്തിന്റെ പിന്നിലും ചെറിയ കാപട്യമുണ്ട് എന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി തെളിയിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് സുധീരന് ഈ തീവട്ടിക്കൊള്ളയുടെ നേതൃത്വം കൊടുക്കുന്ന ഉമ്മൻചാണ്ടിയെ മാറ്റാൻ ധൈര്യമില്ല, അത് പറയാനും ധൈര്യമില്ല. കേരളം UDFനെ പിഴുതെറിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മുന്നേറ്റം വടകരയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇടതുപക്ഷത്തിന്? കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള മുന്നേറ്റം വടകരയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സഖാവ് നാണുവേട്ടൻ ഇവിടെ 800 ചില്ലാൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്നു. 12,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം UDFന് ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സഖാവ് നാണുവേട്ടൻ ജയിക്കുന്നത്. അതേപോലെ ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കുറവ് വോട്ടിലേക്കാണ് UDF പോയിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെയുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികളെ പരിഗണിച്ചുകൊണ്ട് ജനം ഇടതുപക്ഷത്തെ വീണ്ടും വടകരയിൽ സ്ഥാനത്തേക്ക് ജയിപ്പിച്ചു. ശ്രീ AT ശ്രീധരൻ, ഇവിടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം അതിന്റെ തുടർച്ചയെന്നോണം വടകരയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന് അദ്ദേഹം പറയുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുശേഷമാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. അതിൽ ജനവിധി ഏതാണ്ട് ക്ലിയർ ആണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 847 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായത്. നിങ്ങൾക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള പ്രതീക്ഷ? എന്തായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം? ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒരു വികസനത്തിന്റെ മാതൃകയാണ് ഈ സംസ്ഥാനത്ത് കാണിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല ഒരു വികസനം കാഴ്ചവെച്ച ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അതിന്റെ പുരസ്കാരം, അവാർഡുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അവർ മാത്രമുള്ളതാണ്. ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ നമുക്കറിയാം, UNA പുരസ്കാര അവാർഡുകൾ ഉൾപ്പെടെ നേടിയെടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർ. നമ്മുടെ വികസനം എന്ന് പറയുന്നത് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്രത്തോളം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഇന്നത്തെ UDFന്റെ ഗവൺമെന്റാണ്. ആ UDF ഗവൺമെന്റിന്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ജനങ്ങൾ ആ രീതിയിൽ പ്രതികരിക്കും. ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഒരു ഭരണത്തുടർച്ച, UDFന്റെ ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ TP വധത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് RMPയുടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. ശ്രീമതി KK രമ മത്സര രംഗത്തുണ്ട്. എന്താണ് നിങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്? RMP കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്.
ഇത് പ്രധാനമായിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. വടകരയില് സഖാവ് കെ രമയാണ് സ്ഥാനാർത്ഥി. RMP കേരളത്തില് ഭരണം മാറി മാറി കൈകാര്യം ചെയ്യുന്ന രണ്ട് മുന്നണികളെയും ഒരേപോലെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അഴിമതിയുടെ കാര്യത്തിലായാലും ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളിലായാലും UDFും LDFും പരസ്പരം മത്സരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്നാൽ CPIM നേതൃത്വം നൽകുന്ന LDF കേരളത്തിലെ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഈ വടകരയിൽ CPIMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമ രാഷ്ട്രീയം, പ്രധാനപ്പെട്ട കൊലപാതക രാഷ്ട്രീയം പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വരും. ഈ CPM കേരളത്തിൽ നടത്തിയിട്ടുള്ള അക്രമങ്ങളിലൂടെ പ്രധാനപ്പെട്ട ഇരയായിട്ടുള്ള സഖാവ് രമയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് RMP വടകരയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ഈ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജനവിധി വടകര മണ്ഡലത്തിൽ ഉണ്ടാവണമെന്നുമുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരു മുന്നണികളിലും ഒരു മുന്നണി വികസനം മുന്നോട്ട് വെക്കുന്നു, മറുമുന്നണി അഴിമതി മുന്നോട്ട് വെക്കുന്നു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം CPMന്റെ അക്രമ രാഷ്ട്രീയമാണ്, റൈറ്റ് രജീഷ്? സാമുദായിക ശക്തികൾ തെരഞ്ഞെടുപ്പിനെ അധികം സ്വാധീനിച്ചിട്ടില്ലാത്ത മണ്ഡലമാണ് വടകര. രാഷ്ട്രീയമാണ് വടകര എല്ലാ കാലത്തും ചർച്ച ചെയ്തിട്ടുള്ളത്. BJPക്ക് ഇത്തവണ BDJS ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ മണ്ഡലത്തിലുള്ള പ്രതീക്ഷ? നിങ്ങൾ ഏത് തരത്തിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു? ജനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളം ഇക്കാലം അത്രയും മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ അവർ കേരളത്തിന് സമ്മാനിച്ചത് വികസന മുരടിപ്പിന്റെ ബാക്കി പത്രമാക്കി കേരളത്തെ മാറ്റി എന്നുള്ളതാണ്. അത് തൊഴിലില്ലായ്മയായിക്കൊള്ളട്ടെ, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വികസന കാര്യത്തിൽ ഒരുപാട് പിറകിലാണ് കേരളം. ഇതിനുള്ള പ്രധാന കാരണക്കാർ ഇവിടെ മാറി മാറി ഭരിച്ച ആളുകളാണ്. ഓരോ 5 വർഷം കൂടുന്തോറും മുന്നണികളെ ഒന്ന് മാറ്റി പരീക്ഷിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ കേരളം മാറി മാറി ഭരിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, BJP ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ ശക്തമായ സാന്നിധ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. BJP അയിത്തമുള്ള പാർട്ടിയല്ല, മറിച്ച് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രതീക്ഷയുള്ള ആത്മവിശ്വാസം നൽകാൻ സാധിക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള സൂചനകളാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശക്തമായ മുന്നേറ്റം BJP മുന്നോട്ട് വെക്കും. വടകര മണ്ഡലം വികസന മുരടിപ്പിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമായ വടകര മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. ഇനി ചോദ്യങ്ങൾ യോട് ചോദിക്കുന്നത്, ഈ LDFന്റെ വടകര നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വികസന മുന്നേറ്റം കാണിക്കുന്നത് നമ്മുടെ സ്റ്റേഡിയമാണ്. പക്ഷെ ആ സ്റ്റേഡിയത്തിൽ അഴിമതിയുണ്ട് എന്ന് പറയുന്നത് മുൻ മുനിസിപ്പൽ ചെയർമാനായ നിങ്ങളുടെ നേതാവാണ്. അതിലെന്താണ് നിങ്ങൾക്ക് മറുപടി നൽകാനുള്ളത്? ആദ്യമായിട്ട് വസ്തുതാപരമായിട്ടുള്ള ഒരു ചർച്ചയാണെങ്കിൽ അതിന് മറുപടി പറയാൻ കഴിയും. TP ചന്ദ്രേട്ടന്റെ പത്രപ്രസ്താവനക്കകത്ത് ഒരിടത്തും അഴിമതി പറഞ്ഞിട്ടില്ല. ഈ സ്റ്റേഡിയം ഓപ്പൺ സ്റ്റേഡിയമായി വിഭാവനം ചെയ്തതാണ്. അത് മുറിച്ച് ഇൻഡോർ സ്റ്റേഡിയമാക്കി മാറ്റുമ്പോൾ ഓപ്പൺ സ്റ്റേഡിയത്തിന്റെ സൗകര്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് ആ പ്രപ്പോസൽ മാറ്റണം എന്നാണ് പറഞ്ഞത്. അത് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് മുമ്പെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. സ്റ്റേഡിയം നിർമ്മാണം ഇപ്പോഴാണ് പൂർത്തീകരിച്ചത്. അഴിമതി നിർമ്മാണം തുടങ്ങുമ്പോൾ അല്ലേ അഴിമതി തുടങ്ങും. അതിന് മുമ്പേ അഴിമതി എന്നുള്ള വ്യാഖ്യാനം എവിടുന്ന് വന്നു സുഹൃത്തിന് എന്നുള്ളത് ഞാൻ അറിയില്ല. ഇത് മാത്രമല്ല, വടകരയുടെ വികസനം എന്ന് പറയുന്നത് ഒരു സ്റ്റേഡിയം അല്ല. വടകരയുടെ വികസനം എന്ന് പറയുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച രൂപത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് വിവിധ പഞ്ചായത്തുകളിലെ ഹൈസ്കൂളുകളെ മാറ്റുന്നതിന് വേണ്ടി 1 കോടി 1.5 കോടി 70 ലക്ഷം 60 ലക്ഷം രൂപ നൽകി വലിയ രൂപത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഇടപെടലിന് CK നാണുവേട്ടന്റെ MLA സ്ഥാനം ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വടകരയിൽ ജയിച്ചത് ഇടതുപക്ഷമാണ്. പക്ഷെ വടകരയിലത്തെ ഏറ്റവും തീരാശാപമായ അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം, മാലിന്യ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇതുവരെ വടകരയിലെ MLA കണ്ടെടുത്തിൽ മാത്രമല്ല വടകര ചരിത്രത്തിൽ ഇന്ന് വരെ മുനിസിപ്പാലിറ്റി ഭരിച്ചതും ഇടതുപക്ഷമാണ്. എന്നിട്ട് പോലും വടകരയിൽ ഒരു സമഗ്രമായ വികസനമോ അതേപോലെ നേരത്തെ പറഞ്ഞ ഇവിടെ സാൻഡ് ബാങ്ക്സ് പോലെ അവിടെ എന്തെങ്കിലും ഒരു വിനോദസഞ്ചാരത്തിനോട് വികസനം കൊണ്ടുവരാൻ മാത്രമല്ല കേരള സർക്കാരിന്റെ ഒരു വികസനവും വടകരയിൽ കൊണ്ടുവരാൻ പോലും ഇവർ തയ്യാറല്ല. അതിനെക്കുറിച്ച് LDFന്റെ പ്രതിനിധിക്ക് എന്ത് പറയാനുണ്ട്? UDFന്റെ പ്രതിനിധിക്ക് ഇവിടെ വടകര ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് വടകരയിൽ കൊണ്ടുവരിക എന്ന് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്.
വടകരയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കൂടി ഇടപെട്ടിട്ടാണ് 21 കോടി രൂപയുടെ വീഡിസ്മാറ്റ് പദ്ധതി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ നടപ്പിലാക്കി വെള്ളമൊഴുകി ആഴ്ചയിൽ ഒരു തവണ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന മുനിസിപ്പൽ നിവാസികൾക്ക് വെള്ളമെത്തിച്ചു. അതിനുമപ്പുറത്ത് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളിവിടെ സാൻഡ് ബാങ്കിന്റെ കാര്യം പറയുന്നല്ലോ. ടൂറിസ്റ്റ് സെന്ററായി പ്രഖ്യാപിച്ച് സാൻഡ് ബാങ്കിലെ ഉദ്ഘാടനം AP അനിൽകുമാർ നടത്തുന്നത് തടസ്സപ്പെടുത്തിയത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന്റെ തടസ്സം കാരണം AP അനിൽകുമാർ നാണോട്ടനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഉദ്ഘാടനത്തിന് വരുന്നില്ല, നാണോട്ടൻ അങ്ങോട്ട് ചെയ്താൽ മതി. അങ്ങനെ പറ്റില്ല. UDF-ലെ ഒരു കക്ഷി മറ്റൊരു കക്ഷിക്കെതിരാണ്. അതുകൊണ്ട് അവിടെ വന്ന വികസന പ്രവർത്തനത്തിന് പോലും പാരവെക്കുന്നവരായി UDF മാറിയിട്ട് ഇവിടെ എവിടെ വികസനം എന്ന് ചോദിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? വടകരയുടെ വികസനത്തിനും വലിയ മുൻതൂക്കം നൽകിയുള്ള ഇടപെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും നടത്തിയുള്ളത്. ഇനി മാലിന്യ പ്രശ്നം തീർന്നില്ല. മാലിന്യ പ്രശ്നം വളരെ ഗൌരവപരമായ പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇവിടെ മാലിന്യം മുഴുവൻ മുനിസിപ്പാലിറ്റി ഉണ്ടായ കാലം മുതൽ പുതിയാപ്പിൽ കുമിഞ്ഞുകൂടി കിടക്കുക. ഇന്നേവരെ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചില്ല. കഴിഞ്ഞ സമിതി 72% മാലിന്യം അവിടെ നീക്കം ചെയ്തു. 32% മാലിന്യം ഈ ജൂൺ മാസം ആകുമ്പോൾ നീക്കുമ്പോൾ പഴയതുപോലെ എന്നാണോ അവിടെ കൊണ്ടിട്ടത് അതേപോലെ ആ സ്ഥലം മാറാൻ പോവുകയാണ് സുഹൃത്തെ. MLA ആഗ്രഹിച്ചിട്ടും വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അതിന് തടസ്സം നിൽക്കുന്ന പാര വെക്കുന്ന പണിയാണ് ഇവിടുത്തെ UDF പ്രവർത്തകർ ചെയ്യുന്നുള്ള അദ്ദേഹം പറഞ്ഞതിന്റെ മലയാളം. CK നാണു MLA-യുടെ പ്രവർത്തനം അദ്ദേഹം തന്നെ കാണിച്ചിട്ടുള്ളത് വടകരയിൽ ഇൻഡോർ സ്റ്റേഡിയമാണ് എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉപയോഗിച്ച ഫണ്ട് ആസ്തി വികസന ഫണ്ടാണ്. യഥാർത്ഥ അതിന് നേട്ടം വന്ന UDF ഗവൺമെന്റിന്റെ കാലത്താണ് ആസ്തി വികസന ഫണ്ട് MLA-മാർ കൊടുത്തിരിക്കുന്നത്. ഒരു MLA എഴുതി കൊടുത്താൽ മാത്രം മതി. ഈ പ്രദേശത്തിന്റെ വികസനങ്ങൾ ആസ്തി വികസന ഫണ്ടിൽ കൂടി നിരവധി കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ CK നാണു ഈ കാലഘട്ടത്തിൽ വടകരയിൽ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾ ചോദിക്കുന്നു. എല്ലാവർക്കും അറിയാം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം. ബഹുമാനപ്പെട്ട തിവാരി സൂചിപ്പിച്ചുവല്ലോ. വടകരയിൽ നീറുന്ന പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം സ്വന്തമായി ഞാൻ CK നാണു എന്ന MLA ഇടപെട്ടുകൊണ്ട് സ്വന്തമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ വടകര തീരദേശ മേഖലയാണ്. കടൽഭിത്തി പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തീരദേശ റോഡുകൾ എന്തെങ്കിലും സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ മുൻകൈ എടുത്തുകൊണ്ട് ഈ ഇൻഡോർ സ്റ്റേഡിയം അല്ലാതെ അതോ UDF-ന് നേട്ടമായി കാണിക്കാൻ കഴിയുന്ന ഇൻഡോർ സ്റ്റേഡിയം അല്ലാതെ എന്തെങ്കിലും കാണിക്കാൻ MLA-ക്ക് സാധിച്ചിട്ടുണ്ടോ? റൈറ്റ്. ലിജീഷ്, CPM-ന്റെ വലതുപക്ഷ വ്യതിയാനം എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് പാർട്ടി വിടാനും പുതിയൊരു പാർട്ടി രൂപീകരിക്കാനുമുള്ള കാരണമായി, രാഷ്ട്രീയ കാരണമായി മുന്നിലുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ 2 ഗ്രാമപഞ്ചായത്തുകളിൽ ഒരിടത്ത് നിങ്ങൾ ലീഗിന്റെ പിന്തുണയോടുകൂടി ഭരിക്കുന്നു, വേറൊരിടത്ത് നിങ്ങൾ UDF-ന് പിന്തുണ നൽകിയിരിക്കുന്നു. നിങ്ങൾ ഒരു രാഷ്ട്രീയം പറയുകയും പ്രയോഗത്തിൽ മറ്റൊരു രാഷ്ട്രീയം കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന ആക്ഷേപം RMPയെ സംബന്ധിച്ചുണ്ട്. നിങ്ങൾ രാഷ്ട്രീയമായി ഇക്കാര്യങ്ങൾ എങ്ങനെ വിശദീകരിക്കും? നിങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയ വിഷയം, പൊളിറ്റിക്കൽ വിഷയം എന്തായിരിക്കും? തീർച്ചയായിട്ടും CPIM അതിന്റെ വർഗരാഷ്ട്രീയം കൈയൊഴിഞ്ഞു എന്ന് ശക്തമായ നിലപാടുള്ള പാർട്ടി തന്നെയാണ്. ഇപ്പം വിഴിഞ്ഞം പദ്ധതിയിൽ 5000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറഞ്ഞത് സഖാവ് പിണറായി വിജയനാണ്. അങ്ങനെ ആ പദ്ധതിയിൽ അഴിമതി ഉണ്ട് 5000 കോടിയുടെ എന്ന് പറഞ്ഞ പിണറായി വിജയൻ പിന്നെ പത്രസമ്മേളനം നടത്തി പറയുന്നത് ഞങ്ങൾ ആ പദ്ധതിയെ എതിർക്കാൻ പോകുന്നില്ല. എന്താ കാരണം? എല്ലാ പദ്ധതികളെയും ഞങ്ങൾ എതിർക്കും എന്നുള്ള വികസനത്തിന് ഞങ്ങൾ എതിരാണെന്നുള്ള ഒരു ധാരണ വരുന്നു. അപ്പൊ വിഴിഞ്ഞം പദ്ധതിയെ അനുകൂലിക്കുന്നു. ഈ നാഷണൽ ഹൈവേയുടെ തീരത്തുള്ള സാധുക്കളായ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ട് 45 മീറ്ററിൽ തന്നെ 4 വരി പാത കൊണ്ടുവരണം എന്നതിനകത്ത് 2 മുന്നണികളും ഒരേ അഭിപ്രായമുള്ള ആളുകളാണ്. പിന്നെ പഞ്ചായത്തുകൾക്കകത്ത്, പൊഞ്ചിയം പഞ്ചായത്തിനകത്ത് ഞങ്ങൾക്ക് കേവലമായ ഭൂരിപക്ഷമില്ല, ഞങ്ങൾ ഭരണത്തിലേക്ക് വരേണ്ട എന്ന് തീരുമാനിച്ചതാണ്. അപ്പൊ ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ദിവസം ഞങ്ങള് അവിടെ ഞങ്ങളുടെ ആളുകൾ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചു വോട്ട് ചെയ്തു. CPIM ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തില് എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടാണ് വന്നത്. പക്ഷെ ഒഞ്ചിയം പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ ഏറ്റവും മൃഗീയമായ രൂപം അവർ കാഴ്ചവെക്കുന്ന ഒഞ്ചിയത്ത് നേർക്കുനേരെ ഈ അക്രമം അങ്ങോട്ട് നടക്കുന്ന ആ സ്ഥലത്ത് സ്വാഭാവികമായിട്ടും CPIM-നെ ഭരണമേൽപ്പിക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2 ലീഗിന്റെ മെമ്പർമാര് ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അന്ന് ആ ദിവസം തന്നെ ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഉമ്മർ പാണ്ഡ്യശാല അവർക്കെതിരെ നടപടിയെടുക്കും, ലീഗും RMP ആയിട്ട് ഒരു മുന്നണിയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
ശ്രീ ദിവാകരൻ, ഇവിടെ CPM-ന്റെ അക്രമ രാഷ്ട്രീയം എന്നതാണ് RMP മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം. ജനതാ പാർട്ടികൾ രണ്ട് ഭാഗത്ത് നിന്ന് മത്സരിക്കുന്നു. RMPയുടെ സാന്നിധ്യം ഇത്തവണ കടുക്കില്ലേ ഇടതുപക്ഷത്തിന് ഈ മത്സരം? ആദ്യം ലിനീഷ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഈ വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിട്ടുള്ള CPM-ൽ നിന്ന് രക്ഷ നേടി തിരുത്തൽ ശക്തിയായി പുറത്തുപോയവരാണ്. തിരുത്തൽ ശക്തി UDF കൂടാരത്തിൽ പോയി, വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന നിലയിലേക്ക് പോയി. ഞാൻ ചോദിക്കട്ടെ, വിഴിഞ്ഞം പദ്ധതിയും മറ്റു കാര്യവും പറയുന്നുണ്ടല്ലോ. ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നവർക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഇതുപോലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത്. എന്നാൽ ആ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുന്ന ഭരണകൂടത്തിനകത്ത് ഞങ്ങളില്ല എന്ന് പറഞ്ഞ്, ലീഗിന്റെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഒഞ്ചിയത്തെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തത്? UDF-ന്റെ ശ്രീധരേട്ടനോടാണ് ചോദ്യം. ഇത്രയും അഴിമതിയും ബലാത്സംഗവും അരാജകത്വവും കൊടികുത്തു വാഴുന്ന ഈ മുന്നണിയിൽ വടകര പോലുള്ള രാഷ്ട്രീയ പ്രബുദ്ധമായ ഈ മേഖലയിൽ നിന്നുകൊണ്ട് ജനതാദൾ യുവിന് ആ മുന്നണിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം സംസാരിക്കാനാവോ എന്നുള്ളതാണ് ചോദ്യം. കോടതി പറഞ്ഞിരിക്കുന്നത് സരിതയുടെ എല്ലാ വിഷയങ്ങളും തള്ളിയിരിക്കുന്നതാണ്. ഓരോ ഘട്ടത്തിലും ഓരോന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അടക്കം അച്ഛന് തുല്യം പിതാവിന് തുല്യമാണ് എന്ന് പറഞ്ഞ സരിത നേരത്തെ പറഞ്ഞത് അതെ ഘട്ടം ഘട്ടമായി ഇന്ന് പറയട്ടെ ഞാൻ പറയട്ടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായി നിങ്ങൾ പറയുന്ന ചാനലുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. സരിത പറയാൻ സമയം ഓരോ ഘട്ടമായിട്ട് സരിത ഓരോരോ പരാതി ഉന്നയിക്കാണ്. ആ പരാതികളിൽ നിന്നും വിലയില്ല എന്ന രീതിയിലാണ് ഓരോ വസ്തുക്കൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.